അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള വഹബിന്റെ മകൾ ആമിനയുമായി വിവാഹം നടക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അബ്ദുള്ളയ്ക്ക് കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് പുറപ്പെടേണ്ടി വന്നു. ഷാമിലെത്തി തന്റെ കച്ചവട ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയ അബ്ദുള്ള തിരിച്ച് മക്കയിലേക്കുള്ള യാത്രയിൽ മദീന എത്തിയപ്പോൾ രോഗബാധിതനാവുകയും മദീനത്ത് മരണപ്പെടുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറുള്ളതും മദീനത്തെ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് തന്നെയാണ്. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 ആമിന ബിബി റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ നേതാവിന് ജന്മം നൽകുകയാണ്. പരിപൂർണമായ ശുദ്ധിയോടെ പൊക്കിൽ കൊടി മുറിക്കപ്പെട്ടവനായി ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടായിരുന്നു പ്രവാചകന്റെ ജനനം. കഅബ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന അബ്ദുൽ മുത്തലിബിനോട് ഓടിച്ചെന്ന് വിവരം പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയ്ക്ക് അത്ഭുതകരമായ ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് തിരിച്ചു ചോദിച്ചു, അലൈസ ബഷറൻ സവിയ, എന്താ ഒരു സാധാരണ കുട്ടിയല്ലേ? അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, നഅം വലാകിൻ സഖത സാജിദൻ സുമ്മ റഫഅ ഇസ്ബഅഹു വറഅസഹു ഇല സമാഅ. കുട്ടി സാധാരണ കുട്ടിയാണ്, പക്ഷേ ജനിച്ചു വീണത് സുജൂദിലാണ്. ഉടൻ തന്നെ തലയും വിരലുകളും ആകാശത്തിലേക്ക് കുട്ടി ഉയർത്തിയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് കഅബയുടെ ചോട്ടിൽ നിന്ന് ഓടി വന്നു. ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ എടുത്ത് കഅബയിലേക്ക് തിരിച്ചുപോയി. പരിശുദ്ധ കഅബാലയത്തിന്റെ മുന്നിൽ ചെന്ന് കഅബ സാക്ഷി നിർത്തി മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തു. സാധാരണ നിലയിൽ മക്കയിൽ ജനിക്കുന്ന കുട്ടികളെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മുല കൊടുക്കാൻ കൊടുത്തയക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുല കൊടുക്കാൻ ഏൽപ്പിച്ചത് ത്വായിഫിലുള്ള ബനൂ സഅദ് ഗോത്രത്തിലാണ്, അഥവാ ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. 2 വർഷം ഹലീമ ബീബി റളിയല്ലാഹു അൻഹ കുട്ടിക്ക് മുല കൊടുത്തു. സാധാരണ നിലയിൽ മുലകുടി നിർത്തേണ്ട സമയമായപ്പോൾ കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ മക്കയിലേക്ക് കൊണ്ടുവന്നെങ്കിലും മക്കയിൽ ആ സമയത്ത് ശക്തമായ പകർച്ചവ്യാധി ഉണ്ടായതിന്റെ പേരിൽ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഒന്നുകൂടി കുട്ടിയെ സംരക്ഷിക്കണമെന്നും തിരിച്ച് തായിഫിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്നും ഹലീമത്തു സഅദിയോട് നിർദ്ദേശിക്കുകയാണ്. ഹലീമ ബീബി കുട്ടിയുമായി തിരിച്ചുപോയി. ഹലീമ ബീവിയുടെ മകൻ അബ്ദുള്ളയുമായി കൂട്ടുകൂടി കളിച്ചുല്ലസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിൽ വളർന്നു. റസൂലുള്ളാഹിക്ക് 4 വയസ്സായപ്പോഴാണ് റസൂലുള്ളാഹിയുടെ നെഞ്ച് പിളർത്തിയ സംഭവം ഉണ്ടാകുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കളിക്കൂട്ടുകാരനായ അബ്ദുള്ളയോടൊപ്പം ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും വന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ച് പിളർന്നു. അതിനകത്തുള്ള മാംസപിണ്ഡം എടുത്ത് സംസം കൊണ്ട് കഴുകി വൃത്തിയാക്കി വീണ്ടും അതേ സ്ഥാനത്ത് വെക്കുകയും തുന്നിച്ചേർക്കുകയും ചെയ്തു. ഇത് കണ്ട അബ്ദുള്ള വല്ലാതെ ഭയന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി ഉമ്മയോട് കാര്യം പറഞ്ഞു. കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് തന്നെ കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഉടനെ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കുട്ടിയെ സുരക്ഷിതമായി കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും നടന്ന സംഭവങ്ങളൊക്കെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയോട് വിശദീകരിക്കുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ ആമിന ബീവിയോട് കൂടെ മക്കത്ത് ജീവിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ ആമിന ബീവി കുട്ടിയുമായി മദീനയിലേക്കൊരു യാത്ര പുറപ്പെട്ടു. ആ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വാപ്പയുടെ ഖബർ സന്ദർശിക്കലും അതോടൊപ്പം അബ്ദുൽ മുത്തലിബിന്റെ അമ്മായിമാരുടെ വീട്ടിൽ സന്ദർശനം നടത്തലുമായിരുന്നു. 1 മാസം ആമിന ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയുമായി അബ്ദുൽ മുത്തലിബിന്റെ അമ്മായിമാരുടെ വീടായ ബനു നജ്ജാർ ഗോത്രത്തിൽ താമസിച്ചു. അതിന്റെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടടുത്തുള്ള കുളത്തിൽ നീന്തൽ പഠിക്കുന്നതും മദീനയിലുള്ള ജൂതന്മാർ കുട്ടിയെ കാണാൻ ഇടയായതും അവർ കുട്ടിയെ തിരിച്ചറിയുന്നതും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ആമിന ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. ഇത് വാഗ്ദത്ത പ്രവാചകനാണ്. വരാൻ പോകുന്ന ഈ പ്രവാചകൻ പിന്നീട് ഹിജ്റ വരേണ്ട നാടാണ് ഈ മദീന. പ്രവാചകന്റെ നാട്ടിൽ നിന്ന് അവരുടെ ശത്രുക്കൾ പ്രവാചകനെ പുറത്താക്കും. ഇത് കേട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ ഭയന്നു. കുട്ടിയുമായി വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന തീരുമാനത്തോടെ ആമിന ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയുമായി മക്കത്തേക്ക് തിരിച്ച് യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ പെട്ടെന്ന് രോഗബാധിതയാവുകയും ആ മണ്ണിൽ ആമിന ബീവി മരണപ്പെടുകയും ചെയ്യുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് 6 വയസ്സാണ് പ്രായം. മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മയുടെ മയ്യത്തിന്റെ അരികിലിരുന്ന് ആ 6 വയസ്സുകാരൻ കരയാൻ തുടങ്ങി. 5 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട്, വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് സമ്പൂർണ്ണ അനാഥനായി കണ്ണുനീരൊഴുക്കി ആ മരുഭൂമിയിൽ കഴിഞ്ഞു. ശേഷം ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. സമ്പൂർണമായ അനാഥത്വം. പിറന്നു വീഴുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് അനുഭവിച്ച വേദനയെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവ. താങ്കൾ സമ്പൂർണമായ അനാഥത്വത്തിലെത്തിയപ്പോ അങ്ങയെ അണച്ചു പിടിക്കാൻ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടായില്ലേ? അള്ളാഹു റസൂലുള്ളാഹിയെ കൂടെ നിർത്തി അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് ഹബീബായ റസൂലുള്ളാഹിയെ സംരക്ഷിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് വയോവൃദ്ധനാണ്. പക്ഷേ അബ്ദുൽ മുത്തലിബാണ് മക്കക്കാരുടെ നേതാവ്, കഅബയുടെ നേതാവ്, ഖുറൈശികളുടെ നേതാവ്. ആരും ഇരിക്കാൻ ധൈര്യപ്പെടാത്ത വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ് ഇരുത്തും. സ്വന്തം മകനെ പോലെ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണച്ചു ചേർത്ത് പിടിച്ചെങ്കിലും ആ സ്നേഹവും അള്ളാഹുവിന്റെ റസൂലിന് ആസ്വദിക്കാൻ ലഭിച്ചത് വെറും 2 വർഷം മാത്രമാണ്. 8-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട വല്ലുപ്പ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ വിയോഗം 8 വയസ്സുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മയ്യത്തിന്റെ കട്ടിലിന്റെ കാലും പിടിച്ച് 8 വയസ്സുള്ള ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് വസിയ്യത്ത് ചെയ്തതനുസരിച്ച് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത്. അബൂ താലിബിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിന്റെ വീട്ടിലേക്ക് പോയി. പിന്നീടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അബൂ താലിബിനോടൊപ്പമായിരുന്നു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഊണിലും ഉറക്കത്തിലും റസൂലുള്ള ഇല്ലാതെ അബൂ താലിബിന് കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു. എല്ലാ സമയത്തും റസൂലുള്ളാഹിയുടെ സാന്നിധ്യം അതായിരുന്നു അബൂ താലിബ് ആഗ്രഹിച്ചതും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചതും.